അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുവാൻ യുഎസ് പ്രസിഡന്റ് തങ്ങളോട് അഭ്യർത്ഥിച്ചെന്ന് ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടതിന് പിന്നാലെ പ്രതികരണവുമായി നാസ. എത്രയും വേഗം ഇരുവരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാൻ നാസയും സ്പേസ് എക്സും പരിശ്രമം തുടരുകയാണെന്നും നാസ അറിയിച്ചു. ഇരുവരെയും തിരിച്ചെത്തിക്കാൻ ട്രംപ് സ്പേസ് എക്സിനോട് അഭ്യർത്ഥിച്ചെന്ന് ഇലോൺ മസ്കാണ് കഴിഞ്ഞ ദിവസം എക്സിൽ അറിയിച്ചത്. ഞങ്ങളത് ചെയ്യും. ഇരുവരെയും ഇത്രയും കാലം അവിടെ വീക്ഷിച്ച ബൈഡൻ സർക്കാരിന്റെ നടപടി ഭയങ്കരം തന്നെയെന്നും മസ്ക് കുറിച്ചു. ബഹിരാകാശ യാത്രികരെ തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം സ്പേസ് എക്സ് ഉടൻ ആരംഭിക്കുമെന്ന് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച ട്രംപ് മസ്കിനെ ആശംസയറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിലാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 10 ദിവസത്തേക്കായിരുന്നു ദൗത്യമെങ്കിലും പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറുകൾ കാരണം തിരിച്ചുവരവ് മുടങ്ങി. ഓഗസ്റ്റിൽ നാസ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്പേസ് എക്സിന്റെ ക്രൂ 9 ദൗത്യത്തിന്റെ ഭാഗമായി ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ വൈകി. സുനിതയും വിൽമോറും മാർച്ചിൽ തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ബഹിരാകാശ നിലയവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ക്രൂ ഡ്രാഗൺ പേടകം അവിടെ നിന്ന് നേരത്തെ പുറപ്പെടുമെന്നതിന്റെ സൂചനയാണ് മസ്കിന്റെ പോസ്റ്റെന്ന് കരുതുന്നു. നേരത്തെ ക്രൂ 9 ദൗത്യത്തിൽ 4 സഞ്ചാരികളെ ബഹിരാകാശ നിലയത്തിലെത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സ്റ്റാർലൈനർ സഞ്ചാരികളെ തിരികെ എത്തിക്കേണ്ടതിനാൽ 2 പേരെ ഒഴിവാക്കുകയായിരുന്നു. അതേസമയം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒറ്റപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യത്തോടെയും ആത്മധൈര്യത്തോടെയുമായാണ് അവർ ബഹിരാകാശത്ത് കഴിയുന്നതെന്നും നാസ പ്രതികരിച്ചു.